ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിരൂസ്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള എലി ശല്യം ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ കൃഷിസ്ഥലത്ത് വീടിന് പുറമെ നമ്മൾ എന്ത് നട്ടാലും അത് വന്ന് മാന്തി എടുക്കുമായിരുന്നു. അപ്പോൾ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടിപ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആ ടിപ്പ് വെച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് കിട്ടിയ റിസൾട്ടാണിത്. നോക്കണ്ട, വലിയൊരു എലിയാണ് ചത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കൂടാതെ, എലിയെ കൊല്ലുന്നൊരു വീഡിയോ കൂടാതെ വേറെ 2 ക്ലീനിങ് ടിപ്സും കൂടി ഇതിനകത്ത്, ഒരു ക്ലീനിങ് ടിപ്സും മറ്റൊരു കിച്ചണിൽ ഉപയോഗിക്കാവുന്ന ഒരു ടിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കുറച്ച് കോൾഗേറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരുപാടില്ല, ഇത്രയും എടുക്കുന്നുള്ളൂ. പിന്നെ ഇനി വേണ്ടത് കുറച്ച് ഉജാലയും കുറച്ച് വിനാഗിരിയുമാണ്. ഡെയിലി ക്ലീനിങ്ങിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്നൊരു ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പഴയ ബ്രഷോ അങ്ങനെ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ വാഷ് ബേസിൻ്റെ ഇടയ്ക്കുള്ള കോർണറുകൾ വൃത്തിയാവണമെങ്കിൽ ഞാൻ സാധാരണ വാഷ് ബേസിൻ കഴുകുന്നതിന് എനിക്കൊരു സെപ്പറേറ്റ് നമ്മുടെ പാത്രം കഴുകുന്നതിനകത്ത് കമ്പിയുണ്ട്, സ്ക്രബ്ബറുണ്ട്. പക്ഷേ എങ്കിലും ഒരു ബ്രഷും കൂടെ ഞാൻ യൂസ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കുള്ള ആ കോർണർ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാകാൻ വേണ്ടിയിട്ട് ബ്രഷും കൂടെ യൂസ് ചെയ്താണ് കഴുകുന്നത്. ആ ബ്രഷ് വെച്ചാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട്. ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഈ ഒരു കോർണർ പാർട്ടാണ്. ഈ കോർണർ പാർട്ടിൻ്റെ ഈ ഭാഗങ്ങളിൽ അഴുക്ക് കാണും. നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്താൽ പോലും ചിലപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ പെട്ടെന്ന് ധൃതിക്ക് ചെയ്യുമ്പോൾ വൃത്തിയാവത്തില്ല, ഒന്ന് ഓടിച്ചൊന്ന് കഴുകി പോകത്തില്ലല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള കോർണർ ഭാഗങ്ങളും ഒക്കെ നോക്കിയിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം ഇവിടെയൊക്കെ ദിവസവും കഴുകുന്നതാണെങ്കിൽ പോലും നമ്മൾ നല്ലതുപോലെ ഈ ഇടുക്ക് ഭാഗമൊക്കെ നല്ല ബ്രഷ് വെച്ചൊക്കെ ഉരച്ച് കഴിയുമ്പോഴേ അഴുക്ക് പോകത്തുള്ളൂ. ഓടിച്ച് വെറുതെ കഴിയാലും പോകത്തില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പം അതിന് എടുക്കുന്നതാണ് ഞാൻ ഈ കോൾഗേറ്റും വിനാഗിരിയും മറ്റു വിശാലയും കൂടെ ചേർത്ത് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ബ്രഷും കൊണ്ട് കോർണറായിട്ടുള്ള ഭാഗങ്ങൾ നമ്മളല്ലാത്ത സാധാരണ സ്ക്രബ്ബർ വെച്ച് കഴിയാൽ ഈ ഒരു ഇടുക്ക് ഭാഗത്ത് അഴുക്കുകൾ പോകത്തില്ല. കോൾഗേറ്റ് നല്ല ഭയങ്കര നമ്മുടെ ക്ലീനിങ്ങിന് നല്ല ഉപയോഗമുള്ളൊരു സംഭവം കോൾഗേറ്റ്. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഭിത്തിയിലുള്ള അഴുക്കുകൾ, പേനവര പോലും നമുക്ക് ഈ കോൾഗേറ്റ് വെച്ച് ക്ലീൻ ചെയ്താൽ പോകുന്നതാണ്. കോർണറായിട്ടുള്ള ഭാഗങ്ങളാണ് മറ്റേ ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുന്നത്. അല്ലാത്ത ഭാഗങ്ങൾ ഞാൻ ഈ സ്ക്രബ്ബർ വെച്ച് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. സ്ഥിരം ക്ലീൻ ചെയ്യുന്ന സ്ക്രബ്ബറായത്, അങ്ങനെ തന്നെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ഈ കോർണറായിട്ടുള്ള ഭാഗങ്ങൾ ഈ ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യും. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് കാണിക്കാം. ഇപ്പം തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഒന്ന് വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല തിളക്കം വെച്ചിട്ടുണ്ട്. നല്ലൊരു പുതുമ പോലെ ആയിട്ടുണ്ട്, പുതിയതുപോലെ നല്ല. അതുപോലെ തന്നെ ഈ ഏറ്റവും ലാസ്റ്റ് വന്ന ബാലൻസ് കുറച്ചിരുന്ന ആ സൊല്യൂഷൻ കൊണ്ട് ഞാൻ നമ്മുടെ ഈ പൈപ്പില്ലേ, നമ്മുടെ കിച്ചണിലെ ടാപ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടപ്പോൾ പുതിയതുപോലെ ആയി കിട്ടും നമുക്ക്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈപ്പെല്ലാം നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കിച്ചൺ ടാപ്പ്. പിന്നെ അതുപോലെ തന്നെ സിങ്കിൻ്റെ ആ കോർണർ ഭാഗം ആദ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗം കൈയുടെ നിഴല് വരുന്നുണ്ട്. ഇപ്പം കൈ മാറ്റുമ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അവിടെ എപ്പോഴും ഒരു അഴുക്ക് കാണുന്നത്. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് പോയാലും ആ ഒരു കോർണർ ഭാഗങ്ങളിലേക്ക് അങ്ങനെ ശരിയായിട്ട് എത്തത്തില്ലായിരുന്നു. എപ്പോഴും അവിടെ ഒരു അഴുക്കിൻ്റെ ഒരു അംശം കാണും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ എല്ലാ കോർണറും ഓരോ ഭാഗവും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലികൾക്കെതിരെയുള്ളൊരു ടിപ്പാണ്.
എലികളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അവലാണ്. ഇതിപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്ത് ബാലൻസ് വന്ന അവലാണ്. ഇതിപ്പോൾ കുറച്ചുള്ളത്, അതുകൊണ്ടാണ് ഈ അവലെടുക്കുന്നത്. നമുക്ക് അവൽ തന്നെ വേണമെന്നില്ല, വീട്ടിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. ചോറോ ബിസ്ക്കറ്റോ പഴയ ബിസ്ക്കറ്റോ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, കപ്പലണ്ടി അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഇത് ആഹാര സാധനങ്ങളായതുകൊണ്ട് തന്നെ എലികൾ വന്ന് എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ബാലൻസ് ഇത്ര അവലിരുന്നുകൊണ്ടാണ് ഈ അവലെടുത്തത്. ഇപ്പം എലികൾ വീട്ടിൽ കയറിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഈ എലികൾ വന്ന് പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കാനൊക്കെ തുടങ്ങും. ഇതുവരെയും കയറിയിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. എലി എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും നമ്മുടെ വീട്ടിലോ നമ്മുടെ കിച്ചണിലോ കയറിയിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരല്പം നെയ്യാണ്. നെയ്യ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മണം പിന്നെ എലികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ നെയ്യുടെയൊക്കെ ഒരു മണം വരുമ്പോഴത്തേക്ക് എലിയെ അട്രാക്റ്റ് ചെയ്യും. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലി ഇപ്പോൾ ചാവുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പാറ്റ ഗുളികയാണ്. ഇതിച്ചിരി ഇത്ര ഗുളികയുണ്ട്. ഡോസ് കൂട്ടി എടുക്കണം. ഒരു 4 എണ്ണം എടുത്ത് പൊടിച്ച് നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പാറ്റ ഗുളിക ആയതുകൊണ്ട് തന്നെ ഇത് എലി മാത്രമല്ല, വലിയ പാറ്റ എന്ത് കഴിച്ചാലും അതെല്ലാം ഓടിപ്പോവും. അപ്പോൾ ഇതും കൂടി ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പാറ്റാഗുളി ഒരു പേപ്പറിൽ വെച്ചാട്ടോ ഞാനിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. കാരണം ഡയറക്റ്റ് നമ്മൾ ആ ഇടിയിൽ വെച്ച് ഇതിനകത്തൊന്നും ആയ പാറ്റാഗുളികയല്ലേ, അതുകൊണ്ട് ജസ്റ്റ് പേപ്പറിൽ വെച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി ഒരല്പം വെള്ളം കൂടെ വേണമെങ്കിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം, ഒരുപാടില്ല, കുറച്ച് വെള്ളം ഞാൻ കൈ കൊണ്ടാണ് ഒന്ന് കുടഞ്ഞു കൊടുത്തത്. അതൊന്ന് ഞാനിത് പാറ്റാഗുളി ആയതുകൊണ്ട് കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഒരു സ്പൂണും കൊണ്ട് ഇളക്കി എടുക്കുന്നത്. ഇതിന് ഞാൻ ഒരു ചിരട്ടയിലേക്കാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി, ഉരുട്ടണം എന്നില്ല, ഉരുട്ടിയാലും കുഴപ്പമില്ല. ഉരുട്ടാതെ തന്നെ ആയാലും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാറ്റയുടെ എലിയുടെയൊക്കെ ശല്യം ഉള്ളിടത്ത് കൊണ്ടുവയ്ക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആ ഒരു ഭാഗത്താണ്. നമ്മുടെ വീട്ടിൽ കിച്ചൺ കബോർഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് എലികൾ വരുന്നത്. അങ്ങനെയുള്ള ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ ഒരിടത്ത് വെക്കുന്നുള്ളൂ. നമുക്ക് കൂടുതലായിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ 2-3 ചട്ടയിലെടുത്തിട്ട് എലി വരുന്ന ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത ടിപ്പ് ഒരു ബെൽറ്റ് വെച്ചുള്ള ഒരു ടിപ്പാണ്. ഇപ്പം നമ്മുടെ വീടുകളിൽ പഴയ ബെൽറ്റോ പൊട്ടിയ ബെൽറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവൊക്കെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടത് കുറച്ച് റബ്ബർ ബാൻഡുകൾ മാത്രമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ 2 റബ്ബർ ബാൻഡുകൾ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ താഴോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബെൽറ്റിൽ ഇപ്പം ഞാൻ 4 റബ്ബർ ബാൻഡാണ് ഇട്ടിരിക്കുന്നത്. 4 എടുത്തായിട്ട് ഇതിൽ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്. വേണമെങ്കിൽ ഇതിൽ കൂടുതൽ റബ്ബർ ബാൻഡ് ഇടാം. ഇതെങ്ങനെയാണ് ഇനി ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ആ തയ്യാറാക്കി വെച്ച ബെൽറ്റ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ആണി അടിച്ചിട്ടാൽ മതി. ഭിത്തിയിൽ എവിടെയെങ്കിലും ആണി അടിച്ചിട്ടിട്ട് ഇതുപോലെ നമ്മുടെ സ്പൂണുകളെല്ലാം നമുക്കിങ്ങനെ കൊളുത്തി ഇടാൻ പറ്റും. കുറേ സ്പൂണുകൾ നമ്മൾ എത്രത്തോളം റബ്ബർ ബാൻഡുകൾ ഇടുന്നോ അതിനനുസരിച്ച് ഇടാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് മേളിലോട്ട് കൊളുത്തി ഇട്ടതേ ഉള്ളൂ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭിത്തിയിൽ ആണി അടിച്ച് അത് സെക്യൂറാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ സ്പൂണുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കണക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.